ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അബു ഷൈമ കിച്ചൻ യൂട്യൂബ് ചാനൽ. ഞാൻ അലവിക്കുട്ടി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിടിലൻ കിടക്കാച്ചി ലിവർ ഫ്രൈ ആണ്. അപ്പോൾ വെജിറ്റേറിയൻ ലിവർ ഫ്രൈ ആണിത്. നിങ്ങൾ ചിക്കൻ ലിവർ ഫ്രൈ, മട്ടൻ ലിവർ ഫ്രൈ, അങ്ങനെ ഒരുപാട് ലിവർ ഫ്രൈകൾ നിങ്ങൾ കഴിച്ചു കാണും. ഇതൊരു വേറിട്ടൊരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. കൂടുതൽ മധുകൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. നേരെ വീഡിയോയിലേക്ക് പോകാം. 1 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള ചെറുപയറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ചേർത്ത് നന്നായി അടിച്ചെടുക്കുക. എന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞങ്ങൾ ഇഡ്ഡലി തട്ടിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ നല്ലതുപോലെ കഴിച്ചോളും. അതുപോലെ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. ചെറുപയർ കഴിക്കാത്തവരും കഴിച്ചു പോകും. ഇതിൻ്റെ ഭാര്യയാണ് ഉണ്ടാക്കുന്നത്, ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് നന്നായിട്ട്. മാഷാഅല്ലാഹ്, നമ്മൾ തുറന്നു നോക്കുകയാണ്, എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്, സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ലിവർ കട്ട് ചെയ്യുന്നത് പോലെ അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ് ഇതെല്ലാം എടുത്ത്. അപ്പോൾ അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ടാകും. നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇഡ്ഡലി അന്നേരം തെറ്റിദ്ധരിക്കേണ്ട, ഇത് ഇഡ്ഡലിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒക്കെ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇനി മസാല ഉണ്ടാക്കുകയാണ്. ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് 1 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നല്ലതുപോലെ നിങ്ങൾ വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് എല്ലാം ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ബീഫ് മസാല എല്ലാം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ലിവർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. 1 കപ്പിന് താഴെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതുമയാർന്ന ഫുഡുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അബു ഷൈമ കിച്ചൻ മറക്കാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും നമ്മൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.